അങ്ങനെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാവുകയാണ്. സാൻ ഫെർണാണ്ടോ എന്ന് പേരുള്ള മദർഷിപ്പ് ഇന്നലെ രാവിലെ വിഴിഞ്ഞത്തെത്തി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സഹമന്ത്രിമാരൊക്കെ ചേർന്ന് അതിന് സ്വീകരണം നൽകി. ഔപചാരികമായ ഉദ്ഘാടനം ഇന്ന് രാവിലെ 10 മണിക്ക് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ കണ്ണിലുണ്ണിയായ കാരണഭൂതനായ പിണറായി മഹാരാജാവ് നിർവഹിക്കും. മഹാരാജാവ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ഏവർക്കും പ്രിയങ്കരനായ തുറമുഖ വകുപ്പ് കൂടി കൈയാളുന്ന ബഹുമാനപ്പെട്ട വി.എൻ. വാസവനാണ്. കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ അദ്ദേഹവും അവിടെ ഹാജരായിരിക്കും മുഖ്യ അതിഥിയായിട്ട്. പിന്നെ പരിപാടിയുടെ പ്രധാന നടത്തിപ്പുകാരി നമ്മുടെ ദിവ്യ എസ് അയ്യരാണെങ്കിലും ഇതിൻ്റെ പുറകിലുള്ള യഥാർത്ഥ ശക്തി ഗൗതം അദാനിയുടെ സഹോദരനായിട്ടുള്ള കരൺ അദാനിയാണ്. അദ്ദേഹവും ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ അഡ്രസ്സ് എന്നാണ് പറയുന്നത്. വേദിയിൽ പ്രമുഖന്മാരുടെ വലിയ നിര തന്നെ ഉണ്ട്. ആ നിരയിൽ ശശി തരൂരുണ്ട്, പിന്നെ സ്ഥലം MLA വിൻസെൻ്റുണ്ട്, തിരുവനന്തപുരത്തെ ലത്തീൻ കത്തോലിക്ക ബിഷപ്പിനെ ക്ഷണിച്ചിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം പോകുന്നില്ല. ഗുരുരത്നം ജ്ഞാനതപസ്വിയുണ്ട്, പിന്നെ പാളയം ഇമാം സുഹൈൽ മൗലവിയുണ്ട്. അങ്ങനെ ഒരുപാട് വ്യക്തികളുണ്ട്. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ മിന്നിത്തിളങ്ങുന്ന സകല നക്ഷത്രങ്ങളും ഇന്ന് രാവിലെ 10 മണിക്ക് വിഴിഞ്ഞത്ത് ഹാജരുണ്ടാവും. വള്ളത്തോൾ മഹാകവി ജീവിച്ചിരുന്നെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു കവിത എഴുതുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. കാരണം ഇത്രയധികം നക്ഷത്രങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു ആകാശം അല്ലെങ്കിൽ കടലോരം നമുക്ക് കാണാൻ പറ്റുകയില്ല. അപ്പോൾ ഇങ്ങനെ മംഗളമുഹൂർത്തത്തിൽ ഈ പ്രതിപക്ഷ നേതാവിനെ ഈ ചടങ്ങിലേക്ക് വിളിച്ചിട്ടില്ല എന്നുള്ള അതിൻ്റെ ഒരു പോരായ്മയായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുമാത്രമല്ല, ഉമ്മൻചാണ്ടിയാണ് ഈ തുറമുഖത്തിൻ്റെ പ്രധാന ആസൂത്രകൻ എന്നും അദ്ദേഹത്തെ അനുസ്മരിക്കാത്തത് മര്യാദകേടാണ് എന്നും കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട്. ഉമ്മൻചാണ്ടി മരിച്ചുപോയി, അദ്ദേഹം പരലോകത്തിരുന്ന് സ്വർഗത്തിലിരുന്ന് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം കണ്ട് കണ്ണീർ വാർക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉമ്മൻചാണ്ടി മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന കെ ബാബുവാണ് അന്ന് തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ല. അങ്ങനെ മുൻ മന്ത്രിമാരെ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്ന ഒരു പരിപാടി കേരളത്തിലില്ല. ഇപ്പോൾ ഈ വിഴിഞ്ഞം പരിപാടിയുടെ ഉദ്ഘാടനം നടക്കുന്നത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണെന്ന് വിചാരിക്കാം. അതിലേക്ക് പിണറായി വിജയനെ ക്ഷണിക്കുമായിരുന്നില്ല, അഹമ്മദ് ദേവർകോവിലിനെയും ക്ഷണിക്കുമായിരുന്നില്ല, വി.എൻ. വാസവനെയും ക്ഷണിക്കുമായിരുന്നില്ല. അവരൊക്കെ വേണമെങ്കിൽ വീട്ടിൽ നിന്ന് TV കാണേണ്ട കാഴ്ചയായിട്ട് മാറിയത്. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങളെ ക്ഷണിക്കാത്തല്ലോ, കെ ബാബുവിനെ ക്ഷണിക്കാത്തല്ലോ നമ്മൾ ഖേദിക്കേണ്ടതില്ല. ഇവിടെ ഈ കൊച്ചി മെട്രോ പണി തീർത്തത് ഉമ്മൻചാണ്ടിയുടെ സമയത്താണ്. അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന സമയമായപ്പോഴത്തേക്കും പിണറായി സഖാവ് മുഖ്യമന്ത്രിയായിട്ട് വന്നു. അദ്ദേഹം യാതൊരു ഉളുപ്പുമില്ലാതെ വന്ന് ഉദ്ഘാടനം നടത്തി. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും എതിര് പറഞ്ഞു? ഇല്ല. അന്ന് ഉമ്മൻചാണ്ടി ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയെ ചടങ്ങിലേക്ക് ക്ഷണിച്ചോ? വിളിച്ചില്ല. അതിൻ്റെ പോരായ്മ നികത്താൻ വേണ്ടി ചെന്നിത്തലയെ ക്ഷണിച്ചു. ചെന്നിത്തല വന്ന് പങ്കെടുത്തു. അപ്പോൾ ചെന്നിത്തലയ്ക്ക് പറയുന്നില്ല, എന്തിനാ എന്നെ വിളിച്ചത്? എന്നെയല്ല ഉമ്മൻചാണ്ടിയാണ് വിളിക്കേണ്ടത്, അദ്ദേഹത്തെ വിളിക്കാത്തതുകൊണ്ട് ഞാൻ പങ്കെടുക്കില്ല എന്ന് പറയായിരുന്നു. പറഞ്ഞില്ല. രമേശ് ചെന്നിത്തല വന്ന് പങ്കെടുത്തു. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കൂടെ ഇരുന്നു. നരേന്ദ്രമോദി വന്ന് ഉദ്ഘാടിച്ചു. പിണറായി വിജയൻ അതിൻ്റെ അടുത്തിരുന്നു. അതിൻ്റെ അപ്പുറത്ത് ചെന്നിത്തല ഇരുന്നു. അതാണ് സാധാരണ രീതി. അതുകൊണ്ട് ഉമ്മൻചാണ്ടി അനുസ്മരിച്ചില്ല എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി ഉമ്മൻചാണ്ടി എന്താണ് ചെയ്തത്, കെ ബാബു എന്താണ് ചെയ്തതെന്നുള്ള മലയാളികൾക്ക് അറിയാം. ഇനിയിപ്പോൾ അവരുടെ പേര് ഫലകത്തിൽ എഴുതി വെച്ചാലും എഴുതി വച്ചില്ലെങ്കിലും അത് ജനങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്. അത് യാഥാർത്ഥ്യമാകുന്ന ഘട്ടത്തിൽ അദാനിയുടെ കയ്യിൽ നിന്ന് 6000 കോടി കൈക്കൂലി വാങ്ങിച്ചു, അല്ലെങ്കിൽ ഈ വിഴിഞ്ഞത്തെ അദാനിക്ക് തീറെഴുതി എന്നൊക്കെ എഴുതിയ ഒരു പത്രം ഉണ്ടായിരുന്നു. ആ പത്രത്തിൻ്റെ പേര് ദേശാഭിമാനി എന്നാണ്. കടൽ കൊള്ള എന്നായിരുന്നു ദേശാഭിമാനിൽ വന്ന ഹെഡിങ്, നമുക്കറിയാവുന്നതാണ്. പക്ഷേ ആ കടൽ കൊള്ള കഴിഞ്ഞ് ഈ സർക്കാർ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ആ അദാനിയുമായിട്ടുള്ള എഗ്രിമെൻറ്റ് പിച്ചിക്കീറി കളയും. എന്നിട്ട് അദാനിയുടെ അടുത്ത് പോകാൻ പറയും. താൻ പോടോ, താൻ തന്നെ പണി നോക്കണോ, താൻ നരേന്ദ്രമോദിയുടെ ഒരു ചാരനല്ലടോ, താനൊരു ട്രോജൻ കുതിരയല്ലടോ എന്ന് വെച്ച് അയാളുടെ കാലുമടക്കി അയാളുടെ പൃഷ്ഠത്തിൽ ഒരു അടിയും കൊടുത്ത് പറഞ്ഞു വിടുന്നത് വിചാരിച്ചു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. കാരണം എന്ന് വെച്ചാൽ ഈ വിഴിഞ്ഞത്തിൻ്റെ കല്ലിടാൻ വന്ന സമയത്ത് തന്നെ അദാനി AKG സെൻറ്ററിൽ പോയി കാണേണ്ടവരെയൊക്കെ വേണ്ട രീതിയിൽ കണ്ടിട്ടാണ് പോകുന്നത്. മാരാർജി ഭവനിൽ പോയിരുന്നു, അവിടെയും കാണേണ്ടവരെ കണ്ടു. അവിടെ പിന്നെ പ്രത്യേകം കാണേണ്ട ആവശ്യമില്ല, പുള്ളിയുടെ സ്വന്തമാണ് മാരാർജി ഭവൻ എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അദാനിയെ നമ്മളൊക്കെ എതിർക്കും, അദാനിയുടെ മൂലധന താല്പര്യത്തെ എതിർക്കും, മോദാനി എന്നൊക്കെ വിളിച്ച് പരിഹസിക്കും. പക്ഷേ കാര്യത്തോടെ എടുക്കുമ്പോൾ അദാനിക്ക് വലിയ പ്രാമുഖ്യമുണ്ട്, അദാനിക്ക് വലിയ പ്രാമാണ്യമുണ്ട്. അദാനി വിരൽ വെക്കുന്നിടത്ത് ഒപ്പിടുന്ന ജോലിയെ ഇടതുപക്ഷത്തിനാണെങ്കിലും വലതുപക്ഷത്തിനാണെങ്കിലും മധ്യപക്ഷത്തിനാണെങ്കിലും ഇനി ഒരു പക്ഷമില്ലാത്ത പക്ഷത്തിനാണെങ്കിലും ഉള്ളൂ. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി വിഴിഞ്ഞത്തിൻ്റെ ക്രെഡിറ്റ് നമുക്കാണ്, അത് നമ്മളാണ് എന്ന് പറയും എട്ടുകാലി മമ്മൂഞ്ഞിയുടെ റോളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്.
ഏതായാലും അഭിമന്യ ആർച്ച് ബിഷപ്പ് തിരുമേനി പങ്കെടുക്കാൻ നന്നായി. കാരണം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒത്താശയുമായിട്ടാണ് കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലം വിഴിഞ്ഞത്ത് വലിയ കലാപ സദൃശമായ സമരവും പൂകിലും പൂക്കാറുമൊക്കെ നടന്നത്. എന്ന് മാത്രമല്ല, വിഴിഞ്ഞത്ത് തുറമുഖം വന്നുകൊണ്ടാണ് മുതലപ്പുഴയിൽ അപകടങ്ങളുണ്ടാകുന്നത്, മത്സ്യത്തൊഴിലാളികൾ മുങ്ങി മരിക്കുന്നത് എന്നൊരു ആക്ഷേപം കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പങ്കെടുക്കാൻ ഏതായാലും നന്നായി എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ വികാരി ജനറലായിരിക്കുന്ന ഫാദർ യൂജിൻ പെരേര, അദ്ദേഹത്തിന് ഒരു ക്ഷണക്കത്ത് കൊടുക്കണ്ടായിരുന്നു. അദ്ദേഹത്തിന് ക്ഷണക്കത്ത് കൊടുത്തിട്ടില്ല, അദ്ദേഹം പങ്കെടുക്കുന്നുമില്ല. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളെ ക്ഷണിക്കാൻ മറന്നുപോയിട്ടുണ്ട്. അതൊന്നും അത്ര സീരിയസ് ആയിട്ടുള്ള കാര്യമല്ല. തുറമുഖം ഉണ്ടാവലാണ് പ്രധാനം, അല്ലാണ്ട് ഉദ്ഘാടനം ആര് നടത്തിയാലത്ത്. ഇതിപ്പോൾ പിണറായി വിജയൻ ഉദ്ഘാടിച്ചാലും, അതല്ല രമേശ് ചെന്നിത്തല ഉദ്ഘാടിച്ചാലും, പരലോകത്തിരുന്ന് ഉമ്മൻചാണ്ടി ഉദ്ഘാടിച്ചാലും ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല. വിഴിഞ്ഞത്ത് കപ്പലുകൾ വരുമോ, അത് ലാഭകരമായി പ്രവർത്തിക്കുമോ എന്ന് മാത്രമേ നമ്മൾ നോക്കണ്ടൂ. ഇത് പറയുമ്പോൾ കൊച്ചിയിൽ കണ്ടെയ്നർ ടെർമിനൽ വന്ന പോലെ ആകാതെ നോക്കണം. വല്ലാർപാടത്ത് കണ്ടെയ്നർ ടെർമിനൽ വരും എന്ന് പറഞ്ഞു. വരും എന്ന പ്രതീക്ഷ വളരെ നന്നായി. അവിടേക്ക് റെയിൽവേ ലൈൻ വരെ വലിച്ചു. ഇന്ന് പറഞ്ഞ ഒറ്റ തീവണ്ടി ആ വഴിക്ക് വന്നിട്ടില്ല. കാരണം തീവണ്ടി വരേണ്ട ആവശ്യമില്ല. കാരണം കണ്ടെയ്നർ ടെർമിനൽ അന്ന് പോലേക്ക് ഇന്ന് വരെ വെറുതെ കിടക്കുകയാണ്. അവിടെ ആണ്ട് കൊല്ലെത്തി വാവിൻ്റെ സംക്രാന്തിക്കും ഓരോ കണ്ടെയ്നർ വന്നാലായി, വന്നില്ലെങ്കിലുമായി. പിന്നെ അങ്ങനെ ഒരു വലിയ റോഡ് പണിയിച്ചുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ, നമുക്ക് ഇടയ്ക്ക് വലിയ തിരക്കുള്ളപ്പോൾ മറ്റേ പ്രധാനപ്പെട്ട റോഡിൽ വലിയ റോഡ് ബ്ലോക്കുള്ളപ്പോൾ ആ വഴിക്ക് കോടതിയിൽ പോകാനുള്ള സൗകര്യമുണ്ട്. അത്രേ ഉള്ളൂ. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ എത്ര കൊല്ലം കാത്തിരുന്നുണ്ടായതാണ്. എന്നിട്ടുണ്ടായത് അവസാനം വന്നപ്പോൾ ആനമുട്ട എന്ന് പറഞ്ഞ അവസ്ഥയിലായി. അപ്പോൾ വിഴിഞ്ഞത്തിന് ആ ഗതി വരാതിരിക്കട്ടെ, വിഴിഞ്ഞത്ത് അനവധി കപ്പലുകൾ വരട്ടെ. അങ്ങനെ വിഴിഞ്ഞം കേരളത്തെ സമ്പൽ സമൃദ്ധിയിലേക്ക് നയിക്കട്ടെ. ആ സമയത്ത് ഉമ്മൻചാണ്ടി പരലോകത്തിരുന്നു, പിണറായി വിജയൻ ഈ ലോകത്തിരുന്നു, സന്തോഷ ആശുപത്രികൾ പൊഴിക്കട്ടെ. പിന്നെ മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രന് തുറമുഖ വകുപ്പിൻ്റെ ചാർജ് കൊടുക്കാതെ വാസവനെ ഏൽപ്പിച്ച് ഏതായാലും ഉചിതമായി. കാരണം എന്താ വെച്ചാൽ, കിട്ടാനുള്ള ദമ്പിടി കടന്നപ്പള്ളിയുടെ ഓഫീസിൽ പോകാതെ നമ്മുടെ ഓഫീസിൽ തന്നെ കിട്ടും എന്നുള്ളൊരു സൗകര്യം കൂടിയുണ്ട്. ഏതായാലും അവസരം നഷ്ടപ്പെട്ട കടന്നപ്പള്ളിയെയും ഈ ഉദ്ഘാടനം വൈകിയതുകൊണ്ട് സ്റ്റേജിലിരിക്കാൻ പറ്റാതെ പോയ അഹമ്മദ് ദേവർകോവിലിനെയും പരലോകപ്രാപ്തനായ ഉമ്മൻചാണ്ടി സാറിനെയും സ്മരിക്കുന്നു. ഈ ചടങ്ങിന് എല്ലാ മംഗളാശംസകളും നേരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.